ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാവീദും ഗോലിയാത്തും. നമ്മളെപ്പോഴും ഗോലിയാത്തിനെ ദാവീദ് തോൽപ്പിച്ച കാര്യം പറയും. മറുവശം നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു ഗോലിയാത്ത് വന്നില്ലായിരുന്നെങ്കിൽ ദാവീദിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ദാവീദ് ഒരു പാട്ടുകാരനായിട്ട് തുടരുമായിരുന്നു. ഒരു ഗോലിയാത്ത് വന്നതുകൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കാനും അത് പിന്നീട് ശൗലിന്റെ ശത്രുതയ്ക്കും കാരണമായി തീർന്നത്. ആ ശത്രുതയാണ് ദാവീദിനെ രാജാവാക്കി മാറ്റിയത് പിൽക്കാലത്ത്. അതുപോലെ മറ്റൊരു ഭാഗം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ കഴിവുള്ളവർ അവിടെ ഇല്ലായിരുന്നു. ഒരു സൈന്യത്തെ ഒറ്റയ്ക്ക് തോൽപ്പിച്ച യോനാഥാൻ അവിടെയുണ്ട്. ചെന്നിടത്തൊക്കെയും ജയം നേടിയ ശൗൽ അവിടെയുണ്ട്. പക്ഷെ കഴിവുള്ള പലരും അവിടെ ഉണ്ടായിട്ടും അവരാരും ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ വരാത്തതിന് കാരണം ഈ ഗോലിയാത്തിനെ ദൈവം ഇറക്കിയത് ദാവീദിന് വേണ്ടിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ചില പ്രതികൂലങ്ങൾ അത് നമുക്ക് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റൂ. അത് നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കുന്ന പ്രതികൂലങ്ങളായിരിക്കും. അത് നമ്മളെ തകർത്ത് കളയുകയല്ല, അത് നമ്മളെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്തുന്ന പ്രതികൂലങ്ങളായിരിക്കും.